ശ്രീകുമാർ, ഇവിടെ ഇപ്പോൾ പ്രതിപക്ഷത്തെ സംബന്ധിച്ച് വരുന്ന ദിവസങ്ങളിൽ എന്ത് സ്ട്രാറ്റജി എന്നുള്ളതും പ്രധാനപ്പെട്ടതാണല്ലോ. ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് ഒരു പരാമർശം നടത്തി, അതിനിങ്ങനെ വികാരഭരിതനായി അദ്ദേഹം പൊട്ടിത്തെറിക്കുന്നത് മനസ്സിലാക്കാം. പക്ഷേ പാർലമെന്ററി പാർട്ടി ഒന്നാകെ സ്പീക്കറുടെ ചേംബറിലേക്ക് കയറുക എന്ന് പറയുന്നത് അചിന്ത്യമായ കാര്യമാണ്. അത് ഇന്ന് സംഭവിച്ചു. ഇങ്ങോട്ട് പറഞ്ഞാൽ തിരിച്ചങ്ങോട്ടും പറയുക, പഞ്ച് ഡയലോഗ് പറയാൻ പരമാവധി സമയം ഉണ്ടാക്കുക. നോക്കൂ, ഇന്ന് പണ്ടത്തൊക്കെ പോലെ ഇപ്പോൾ നിയമസഭാ രേഖകളുടെ ഭാഗമാവുക എന്നുള്ളതിനപ്പുറത്ത് ഇന്ന് നിയമസഭയിൽ പ്രസംഗിക്കുന്ന പ്രസംഗങ്ങളൊക്കെ ക്ലിപ്പുകളായിട്ട് സോഷ്യൽ മീഡിയ വഴി കറങ്ങി നടക്കും. അപ്പോൾ പഞ്ച് ഡയലോഗ് പറയാനുള്ള ചാൻസ് എന്തിനാണ് കളഞ്ഞു കുളിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ഡൗട്ട്. നോക്കൂ അഭിലാഷേ, ഇന്ന് VD സതീശൻ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. അദ്ദേഹവും മുഖ്യമന്ത്രിയും തമ്മിലുള്ള വാഗ്വാദത്തിൽ VD സതീശൻ്റെ കാര്യം മാത്രം സഭ TV കാണിച്ചില്ല. അപ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഈ കഴിഞ്ഞ ഒരു 2-3 മാസമായിട്ട് കേരളീയ പൊതുസമൂഹത്തിൽ മുഖ്യമന്ത്രിയുടെയും പാർട്ടിയുടെയും ഒക്കെ നിലപാടുകളെക്കുറിച്ച് ജനങ്ങൾ ഒരുപാട് ചിരിച്ചു തള്ളുകയാണ്. എന്ന് വെച്ചാൽ അവരാകെ അസ്വസ്ഥരായിരിക്കുകയാണ് CPM. അങ്ങനെ അസ്വസ്ഥമായൊരു CPM ഒരു നിയമസഭയെ നേരിടുക, LDFിലെ ഘടകകക്ഷികളുടെ സമ്മർദ്ദത്തിനും ഭീഷണിക്കും വഴങ്ങി ചില നടപടികൾ കൈക്കൊള്ളുക. അങ്ങനെ വരുമ്പോൾ ഒരു സഭയിലെ പ്രതിപക്ഷത്തെ അഭിമുഖീകരിക്കാൻ മുഖ്യമന്ത്രിക്ക് വിഷമമുണ്ടാവും. ഇന്നത്തെ അവസ്ഥയിൽ അതാണ് സംഭവിച്ചത്. കാരണം മുഖ്യമന്ത്രി കൂടുതൽ പ്രകോപിതനാകുകയും സ്പീക്കർ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് സ്പീക്കർ. അപ്പോൾ പാർട്ടിയുടെ ഒരു മുഖം രക്ഷിക്കാനായിട്ട് ഇന്ന് സ്പീക്കർ കൂട്ടുനിന്നിട്ടുണ്ട്. കാരണം ഒരു ഘട്ടത്തിൽ കഴിഞ്ഞ വർഷം അങ്ങിത് കാണുന്നില്ലേ എന്ന് ഷംസീറിനോട് മുഖ്യമന്ത്രി ചോദിച്ച ശേഷം ഷംസീറിൻ്റെ നിലപാട് സഭയുടെ ബിസിനസ് നടത്തി കൊടുക്കുന്നതിൽ മുഖ്യമന്ത്രിക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. ഇവിടെ ഇന്ന് നടന്ന സംഭവങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ സ്ട്രാറ്റജിയുടെ കുഴപ്പമൊന്നും ആവില്ല. വൈകാരിക പ്രകടനങ്ങൾ നിയമസഭയിൽ ഏത് കാലത്തും ഉണ്ടായിട്ടുണ്ട്, അതിൽ തെറ്റൊന്നുമില്ല. അത് സ്വാഭാവികമാണ്, കാരണം രാഷ്ട്രീയമാണ്. പക്ഷേ ഇന്ന് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, എന്തുകൊണ്ടാണ് സഭ TV പ്രതിപക്ഷ നേതാവിൻ്റെ ചില കാര്യങ്ങൾ മനഃപൂർവ്വം കാണിക്കാതിരുന്നത്? അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് പാർട്ടിയിലും മുന്നണിയിലും ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ പിണറായി വിജയനെ കൂടുതൽ അസ്വസ്ഥനാക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഇന്ന് പ്രതിപക്ഷത്തിന് അടിയന്തര പ്രമേയത്തിന് ഒരു അനുമതി കൊടുത്താൽ തന്നെ പ്രതിപക്ഷത്തിൻ്റെ ചില ചോദ്യങ്ങൾക്ക് എന്തായാലും സ്റ്റാർ ചോദ്യങ്ങൾ മാറ്റിയിട്ട് അൺസ്റ്റാർ ആക്കിയല്ലോ, അവ ഉത്തരം പറയാൻ പറ്റില്ല മുഖ്യമന്ത്രിക്ക് എന്ന് തെളിഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ പത്രസമ്മേളനങ്ങളിൽ മുഖ്യമന്ത്രിക്ക് ഉത്തരം പറയാൻ പറ്റില്ല എന്ന് തെളിഞ്ഞു കഴിഞ്ഞു. ഡൽഹിയിലെ PR വർക്കുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും വ്യക്തമായ ഉത്തരം നൽകാൻ പറ്റില്ലെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. താങ്കൾ സൂചിപ്പിക്കുന്ന ഈ PR വിഷയവും ഈ മലപ്പുറം വിഷയവും ഒക്കെയാണ് ഇന്ന് അടിയന്തര പ്രമേയമായി ചർച്ച ചെയ്യാനിരുന്നത്. അപ്പോൾ പ്രതിപക്ഷത്തെ MLA-മാർക്ക് എഴുന്നേറ്റ് നിന്ന് ഈ കാര്യങ്ങൾ പറയാനും മുഖ്യമന്ത്രി അവിടെ ഇരിക്കല്ലേ, മുഖ്യമന്ത്രിയുടെ സവിധത്തിൽ മുഖ്യമന്ത്രിയെ നേർക്കുനേർ അഭിമുഖീകരിച്ച് ഈ കാര്യങ്ങളൊക്കെ ചോദിക്കാനും പറയാനുമുള്ള അവസരമായിരുന്നു. എന്ന് മാത്രമല്ല, ജനങ്ങൾക്കും അത് കേൾക്കാമായിരുന്നു. കാരണം എല്ലാ ചാനലുകളും ഈ അടിയന്തര പ്രമേയത്തിന്റെ അവതരണവും അതിന്മേലുള്ള ചർച്ചയും തത്സമയം സംപ്രേഷണം ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെ വലിയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയ പ്രതിപക്ഷം എന്ത് ചെയ്തു എന്നുള്ളതാണ് ഞാൻ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, ഞാനതല്ലേ പറഞ്ഞത്. കാരണം നമ്മുടെ സഭ TV കാണിക്കുന്നതാണല്ലോ ജനം കാണുന്നത്. ആ സഭ TV പ്രതിപക്ഷത്തിൻ്റെ മുഖം കാണിക്കില്ല എന്നൊരു തീരുമാനം പാർട്ടി നേരത്തെ തന്നെ എടുത്തിട്ടുള്ളതാണ്. കാരണം അത് നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ടതാണ്, ഒരുപാട് നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ്. അവിടെയാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞൊരു കാര്യം, ഞാനും മുഖ്യമന്ത്രിയും തമ്മിലുള്ള വാഗ്വാദത്തിൽ എൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് മാത്രം എഡിറ്റ് ചെയ്ത് കാണിച്ചു, ഇത് ജനം കാണുന്നതല്ലേ. പിന്നെ അഭിലാഷൻ, ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പൊതുവേ ഒളിച്ചോടി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയമായ ആക്ഷേപമുണ്ട്. നമ്മൾ പുറമെ നിയമസഭയ്ക്ക് പുറത്ത് ഒളിച്ചോടിയതാരാണ്? ഇപ്പോൾ കേരളീയ സമൂഹം കാണുന്ന ഏത് പാർട്ടിക്കാണ് ഉത്തരവില്ലാത്തത്? ഗോവിന്ദ മാഷക്ക് ഉത്തരവുണ്ട്. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളില്ലേ? അപ്പോൾ സഭയിൽ വരുമ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ബഹളത്തിൻ്റെ മറവിൽ ഇന്ന് ഭരണപക്ഷം രക്ഷപ്പെട്ടു. അതാ സംഭവിച്ചത്. കാരണം പ്രതിപക്ഷം ഒരു ബഹളം ഉണ്ടാക്കി, അത് മറപിടിച്ചിട്ട് ഭരണപക്ഷം രക്ഷപ്പെട്ടു. നമ്മളിത് സ്പീക്കറെ നമ്മൾ ഭരണപക്ഷം രക്ഷപ്പെടാൻ പാടുണ്ടോ? എല്ലാ ചോദ്യങ്ങൾക്കും അക്കൗണ്ടബിൾ ആകണ്ടേ നിയമസഭ നടക്കുമ്പോൾ? അങ്ങനെ രക്ഷപ്പെടാൻ പാടില്ല. രക്ഷപ്പെടാനുള്ള പഴുത് കൊടുക്കരുത്. അവിടെയാണ് എനിക്ക് അക്കാര്യത്തിലുള്ള വിയോജിപ്പ്.